ഓ കർത്താവേ, നിന്റെ പരിശുദ്ധ സ്നേഹത്തിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ദാഹിക്കുന്നത്. ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട സ്പർശനവും നിന്റെ പരിശുദ്ധമായ സ്നേഹത്തിന്റെ സ്പർശനമാണ്. ഇന്ന് വരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ ആനന്ദം ഞങ്ങളുടെ ആത്മാവിൽ നിന്റെ സ്നേഹത്തിന്റെ സ്പർശനം കിട്ടുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് ലഭിക്കുമെന്നറിയാം. ഇന്നോളം ഞങ്ങൾ സ്വന്തമാക്കിയിട്ടില്ലാത്ത സമാധാനം തമ്പുരാനെ, നീ നിന്റെ ആത്മാവിൽ ഞങ്ങൾക്ക് തരുന്നൊരു തലോടലുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിലേക്ക് നിന്റെ സ്നേഹം ചൊരിയപ്പെടുമ്പോൾ അതിന്നോളം ആത്മാവിൽ ഏറ്റെടുക്കേണ്ടി വന്ന സകല മുറിവുകൾക്കുമുള്ള സൗഖ്യമായിട്ട് മാറുമെന്നും ഈശോ ഞങ്ങൾക്കറിയാം. കർത്താവേ, ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മുറിവുകളെ നീ വെച്ച് കെട്ടണമേ. ഞങ്ങളുടെ ആഴമേറിയ ആത്മാവിന്റെ മുറിവുകളെ നിന്റെ പരിശുദ്ധ സ്നേഹം കൊണ്ട് നീ വെച്ച് കെട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. മാനീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലേ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതലുള്ള വചനങ്ങൾ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കർത്താവേ, നിന്റെ വചനം ഇപ്പോൾ ഈ മക്കളിൽ മാംസം ധരിക്കട്ടെ. ആത്മാവും ജീവനുമായ വചനം ആത്മാവിൽ ഇപ്പോൾ മാംസം ധരിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകൾക്ക് ബലമുണ്ടാകട്ടെ. തളർന്നിരിക്കുന്ന മനസ്സുകൾ ബലം പ്രാപിക്കട്ടെ. കർത്താവേ, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാനുള്ള കരുത്ത് നൽകണമേ. തളർന്നും തകർന്നു ഇരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. അത്ഭുതകരമായ നിന്റെ സ്നേഹത്തിന്റെ ഇടപെടലുകൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്, വളരെ ദാഹത്തോടെ നിന്നെ വിളിക്കുന്ന മക്കളുണ്ട്, ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, നീ ഇടപെടണമേ. ഈശോയേ, നീ ഇടപെടണമേ, ഇടപെടണമേ, ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനായി മെനഞ്ഞിടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനായി മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി
മാറ്റിയിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിയിടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണം യേശുവേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശക്തനാ, ആരിലും വലിയവൻ യേശുവേ, 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 ഹല്ലേലൂയ, യേശുവേ, സർവാധിപനേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. മുമ്പായി ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഇതാ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, രോഗാവസ്ഥകളുടെ നടുവിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. സാമ്പത്തിക കടബാധ്യതയുടെ നടുവിൽ നിന്ന് ഇങ്ങനെ തകർന്ന അനുഭവത്തിൽ നിന്ന് നിലവിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലുള്ളവർ ഇതിനകത്തുണ്ട്. എന്ത് ചെയ്തിട്ട് ഫലമണിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആത്മീയ ജീവിതം അധപ്പതിച്ചു പോയത്, വിശുദ്ധ ജീവിതം തകർന്നു പോയതൊക്കെ ഇതിനകത്തുണ്ട്. കർത്താവിടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവേ, ഈ ദിവസക്കാലം ഈ ആലയത്തിലേക്ക് പ്രാർത്ഥനയാചുള്ള എല്ലാ മക്കളുടെ മേൽ, പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. തമ്പുരാനെ, ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. എല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിന്റെ ശക്തമായ സാന്നിധ്യം ഈ മക്കളുടെ മേൽ നീ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് തുറന്ന് നീട്ടിപ്പിടിക്കാം. നിങ്ങളുടെയും പ്രത്യേക പ്രാർത്ഥനകളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാം. കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി, 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 നന്ദി ഈശോയേ, നന്ദി, 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 നന്ദി.